ഇന്നലെ മാതൃഭൂമി ന്യൂസിന്റെ ചർച്ചയിൽ KVS ഹരിദാസിന് ഒരു ചാണക സംഖ്യയുണ്ട്. 90 വയസ്സങ്ങനായ അയാൾ ഇന്നലെ നമ്മളെ രാജു പി നായർ ഇട്ടലക്കി. സംഖ്യകൾക്ക് വയസ്സ് കൂടുന്നതിനെ വർഗീയത കൂടുന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ KVS ഹരിദാസ് എന്ന് പറഞ്ഞ മുതുക്കളവൻ. ഇയാളെ ചർച്ചയെല്ലാം ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ ചാണക വർഗീയത പറയുക. പക്ഷെ ഇന്നലെ കാശ്മീരിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇയാൾക്കങ്ങ് കുരുപൊട്ടി. ഇയാൾ പറഞ്ഞു കാശ്മീരിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യദ്രോഹിയാക്കുന്നു മറ്റു ഇയാളെ കുറച്ച് ഡയലോഗ്. ആ ഡയലോഗെല്ലാം കഴിഞ്ഞ ശേഷം രാജു പി നായർ ഇയാളെ എടുത്ത് അലക്കി കൊടഞ്ഞിട്ട് ആ അയലിന്റെ മുകളിൽ അവിടെ അറിയിടും, ഉണങ്ങാൻ വേണ്ടി അറിയിടും. നമുക്ക് ആദ്യം ഈ കളവന്റെ ഈ 90 വയസ്സുള്ള വന്ധ്യ വയോധിക ചാണകത്തിന്റെ കുറച്ച് ഡയലോഗ് കേൾക്കാം. 48 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കണം എന്നുള്ള വാദഗതി ഉന്നയിക്കുന്നത് തികച്ചും ബാലിശമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ്, രാജ്യദ്രോഹത്തിന് തുല്യമായിട്ട് പോലും വിവക്ഷിക്കപ്പെടും. ഇത് പറയുന്നത് കോൺഗ്രസിന്റെ നേതാവാണ്. അവരുടെ കാലത്താണ് മുംബൈയിൽ ഭീകരാക്രമണം ഉണ്ടായത്. അന്ന് രാത്രി ഇവരുടെ നേതാവ് രാഹുൽ ഗാന്ധി എവിടെയോ റിസോർട്ടിൽ പോയി രാത്രി എന്താ ചെയ്തിരുന്നെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു 90 വയസ്സുള്ള സംഖ്യന്റെ അവസ്ഥയുണ്ട്. പ്രഷറിന്റെ ഗുളിയും കൈക്കാണ്ട് വന്നിട്ട് ഇങ്ങനെ വായി തോന്നിയത് ഇങ്ങനെ പറയുക. ഇയാൾ 90 വയസ്സായി വെച്ചിട്ട് മറ്റുള്ളവർ ഒഴിവാക്കി വിടല്ലെന്ന്. കാരണം ഇയാൾ അറ്റാക്ക് ഒന്നും ചാവില്ല വെച്ചിട്ട്. എന്നാൽ ഇയാൾക്ക് അതൊരു വളം കിട്ടിട്ട് ഇയാൾ അങ്ങ് ഡയലോഗാ. ഇത് കഴിഞ്ഞ് രാജു പി നായർ മൂപ്പറ അണ്ണാക്ക് ഇങ്ങനെ തൊള്ള ഇങ്ങനെ പിടിച്ച് പൊന്തിച്ചിട്ട് ഒണാക്കിലേക്ക് കൊടുത്ത് കേൾക്കാൻ എന്താ രസം. എല്ലാവരും വായു നമുക്കൊരു ചാണക സംഖ്യ കളവന മുതുകളവന ഭിത്തിയിലൊട്ടിക്കുന്ന വീഡിയോ കാണാം. വിമർശിക്കുന്ന കാര്യം, ബോംബെ ആക്രമണം നടക്കുമ്പോൾ താജ് ഹോട്ടലിന് മുമ്പിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ ആരോപണം നടത്തിയ ആളാണ് ഈ നരേന്ദ്രമോദി, ഇല്ലേ? നിങ്ങളൊന്നും ഞങ്ങളെ സമയമൊന്നും പഠിപ്പിക്കരുത്. ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കച്ചിൽ നിന്നുകൊണ്ട് കിലോമീറ്ററുകൾ അപ്പുറം നിന്നുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കാൻ ഉപയോഗിച്ച വാക്കുകൾ എടുത്തുകൊണ്ട് കോൺഗ്രസിനെ ആക്രമിച്ച ജനാധിപത്യ വിരുദ്ധൻ, ദേശവിരുദ്ധനാണ് നരേന്ദ്രമോദി. നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? അതുകൊണ്ട് ഞങ്ങളെ രാജ്യസ്നേഹമൊന്നും പഠിപ്പിക്കാൻ വരരുത്. നിങ്ങൾ ഉറിയും പത്താൻകോട്ടും ഇന്ത്യയുടെ ആർമി ബേസിനകത്ത് പാകിസ്ഥാൻ കയറി ആക്രമിച്ച ചരിത്രം മുൻപുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഭരിക്കുമ്പോഴല്ലേ 2 പ്രാവശ്യം നമ്മുടെ പാർലമെന്റ് ആക്രമിക്കപ്പെട്ടത്? ഉറിയും പാകിസ്ഥാനും പത്താൻകോട്ടും ആക്രമണം നടന്നിട്ട് എന്ത് തിരിച്ചടി കൊടുത്തു? പാകിസ്ഥാനിലെ ISIക്ക് അന്വേഷണം നടത്താൻ നമ്മുടെ ആർമി ബേസ് തുറന്നിട്ട് കൊടുത്തവരാണിവർ. അത്രമാത്രം മണ്ടത്തരം കാണിച്ചവരാണിവർ, ഇല്ലേ? പുൽവാമ ഉണ്ടായി, ആരെ ആക്രമിച്ചു? ഈ ലോകത്തിന് ഒരാൾക്ക് പോലും ഇന്ന് വരെ അവിടെ പൈൻമരം കത്തിപ്പോയതുപോലെ സംഭവിച്ചറിയില്ല. ഈ രാജ്യത്ത് ലോകത്ത് അങ്ങനെയൊന്നും മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ. നിങ്ങൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടോണ്ട് ദേശസുരക്ഷയെ നിങ്ങൾ മറച്ചു വെക്കുക. നിങ്ങൾ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നു. നിങ്ങളോട് ചോദ്യം ചോദിക്കും. ഞങ്ങൾ 26 മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. ആ 26 മനുഷ്യർ കൊല്ലപ്പെട്ടിട്ട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് സൈന്യത്തെ കുറച്ചു എന്നുള്ള ചോദ്യത്തിന് പോലും മറുപടി പറയാൻ തയ്യാറാണോ? രാഷ്ട്രീയമായിട്ട് ഇതിനു മുമ്പ് UPA വഹിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി രാജിവെച്ചല്ലോ. അവരുടെ രാജി നിങ്ങൾ പോയിട്ടുണ്ടല്ലോ. ആ രാഷ്ട്രീയ ഉത്തരവാദിത്തം എടുത്തുകൊണ്ട് അമിത്ഷാ രാജിവെക്കാൻ തയ്യാറാണോ? അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണറുടെ കീഴിലല്ലേ, കേന്ദ്ര സർക്കാരിന്റെ കീഴിലല്ലേ? നിങ്ങൾ പിന്നെ ആരോടാ ഇനിയിപ്പോൾ ചോദിക്കുന്നത്? ആദ്യം അതിനുള്ള രാഷ്ട്രീയ മര്യാദ കാണിക്കണം. ഞങ്ങൾ ആ രാഷ്ട്രീയ മര്യാദ കാണിച്ചു നിന്നവരാണ്. ഞങ്ങൾ ഇന്നാണ് അതിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നത്. ആ ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ ഞങ്ങളെ ദേശദ്രോഹികളായിട്ട് പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെ സ്ഥിരം പരിപാടി എടുത്തുകൊണ്ട് വന്നാൽ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് ദേശദ്രോഹികൾ, ആരാണ് പാകിസ്ഥാനൊപ്പം കൂടിയത്. ആ UPA ഗവൺമെന്റ് സമയത്തുണ്ടായിരുന്ന ആക്രമണത്തെ പാകിസ്ഥാനെതിരെ മാറ്റിവെച്ചെടുത്ത് പോയി ക്രിസ്മസ് ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തിയത് ആരാ? ഞങ്ങളാണോ? നരേന്ദ്രമോദിയല്ലേ പോയി കേക്ക് കെട്ട് ആഘോഷിച്ചത്, ഇല്ലേ? കേക്ക് മുറിച്ച് ആഘോഷിച്ചില്ലേ? ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ പണയപ്പെടുത്തി ചൈനയിൽ പോയി ഊഞ്ഞാലാടി, ചൈനയിൽ പ്രശ്നം കൊണ്ട് ഊഞ്ഞാലാടിയാരാ? നമ്മുടെ കിലോമീറ്ററുകൾ കയ്യേറി നിൽക്കുമ്പോ, ഇല്ലേ? എന്നിട്ട് ചൈനക്കെതിരെ പോലും നടപടിയെടുക്കാൻ കഴിയാതെ നമ്മൾ അവരുടെ മുന്നിൽ ചെറുതാണ്, അത് വലിയൊരു രാജ്യമാണ്, അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറയുകയാണ്. ഏത് രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ഈ രാജ്യത്തിന്റെ അഭിലാഷ് ഇടവേള എടുത്തില്ലെങ്കിലുണ്ടല്ല KVS ഹരിദാസിന്റെ ബോഡി കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസ് വരുത്തേണ്ടി വരും. സംഘി നിന്ന് ചത്തവട. ഇനി മേലിൽ KVS ഹരിദാസ് ചർച്ചയിൽ വന്നിരുന്ന് ഒടിച്ചു നടക്കൂല.
എന്തെങ്കിലും ചോദിക്കും ഇവർക്ക് രാജ്യദ്രോഹിയാക്കാൻ വേണ്ടിട്ട്. ലോകത്തിന്റെ തന്നെ ഏറ്റവും സുരക്ഷയുണ്ടെന്ന് പറയുന്ന, ലോകത്ത് തന്നെ ഏറ്റവും സുരക്ഷയ്ക്ക് വേണ്ടി പണം ചെലവാക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ കാശ്മീർ. അവിടെ 26 ആൾക്കാരാ തീവ്രവാദികൾ വന്ന് മതവും പേരും ചോദിച്ച് വെടിവെച്ച് കൊന്നിട്ട് പൈൻമരങ്ങൾക്കിടയിലേക്ക് പോയിട്ട് ഇന്നത്തെ 3ാമത്തെ ദിവസമായി. എന്നിട്ട് ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന്. ചോദ്യം അല്ലാണ്ട് പിന്നെ എന്തും ഉണ്ടേടാ ചോദിക്കണ്ടേ? ചോദ്യം ചോദിക്കുമ്പോ രാജ്യദ്രോഹിയാക്കുന്നു. ഉളുപ്പുണ്ട KVS ഹരിദാസ്. 90 വയസ്സായി. നാളെയോ മറ്റന്നാളെ ചാകും. രാമനാമം ജപിച്ചിട്ട് ഇതുവരെ ചെയ്ത വർഗീയതയിലൊന്ന് പോയിട്ട് നന്നാകാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. ചാകുന്ന ഒരു മണിക്കൂർ നേരത്തേക്കെങ്കിലും. ഇങ്ങനെ വന്ന് നൊട്ടിച്ചിലക്കുന്നു രാജു പി നായരെ. പൊളിച്ചട്ടാ. ഇമാതിരി കിട്ടിയാലും സംഖ്യകൾ പഠിക്കൂല. എടുത്ത് കൊണ്ടുപോയി കത്തിക്ക ആ സാധനം തന്നെ. ചത്ത് ഇനി ജീവിച്ചിരിച്ചിട്ട് കാര്യമില്ല. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കണമെന്ന് പറഞ്ഞ പോലെ KVS ഹരിദാസിന്റെ കാര്യം. നാണമില്ലാത്ത സംഘി കിളവൻ. എന്നാ പിന്നെ ശരി.